ഹായ് നമസ്കാരം. വീര ധീര സൂര. ഹായ് നമസ്കാരം. വീര ധീര സൂര ഇപ്പൊ കണ്ടു കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. നല്ല എൻഗേജിങ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള, ഒരു പക്ഷേ ഏറെക്കുറെ സീറ്റഡ് ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കിഡിലൻ സിനിമയാണ് വീര ധീര സൂര. ഒരൊറ്റ രാത്രിയിലാണ് സംഗതി മുഴുവൻ നടക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 90% കാര്യങ്ങളും ഒറ്റ രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് പറഞ്ഞു തരുന്നത്. കാരണം അതിന്റെ ഇടയിൽ ഞാൻ ഓൾമോസ്റ്റ് എന്ന് പറയാൻ കാരണം അതിന്റെ ഇടയിൽ കുറച്ച് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഈ ഒരു ഒരു രാത്രി നടക്കുന്ന സംഭവം കഥ പറയാന്ന് പറയുമ്പോൾ തന്നെ അത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. കാരണം എൻഗേജിങ് ആയിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം സിനിമ കാണുന്ന സമയത്ത് ഈ രാത്രി എന്താ കഴിയുന്നില്ലേ എന്ന് തോന്നി കഴിഞ്ഞാൽ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തോന്നിയാൽ പോലും നമുക്ക് പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഇന്നാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പക്ഷേ സിനിമ തുടങ്ങി തുടക്കം മുതൽ കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. എന്തോ സംതിങ് ഫിഷി എന്നൊക്കെ പറയുന്നത്, അതായത് സംതിങ് എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ. അതിനുശേഷം ആ സംഗതി എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ വിക്രമിന്റെ ഇൻട്രോ, അതിനുശേഷം പിന്നെ സിനിമ നിന്നിട്ടേ ഇല്ല. ഈ ഒരു ഫീൽ എൻഡ് വരെ, എങ്ങനെ ഏറ്റവും എൻഡ് വരെ കൊണ്ടുപോകാൻ SU അരുൺകുമാർ എന്ന് പറയുന്ന ഇതിന്റെ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അരുൺകുമാറിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സിനിമ, അതും നിങ്ങൾ ഏകദേശം 2001 മുതലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ദിൽ, അതുപോലെ അന്യൻ, ധൂൾ, സാമി തുടങ്ങിയുള്ള കുറെ സിനിമകളുണ്ട് നമ്മുടെ വിക്രമിന്റെ, ചിയാൻ വിക്രമിന്റെ. അദ്ദേഹത്തിന്റെ ആ ടൈമിൽ ഒരു സ്വാഗും ഒരു സ്റ്റൈലും ആ സംഭവം ഏറെക്കുറെ അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് തന്ന പോലത്തെ ഒരു ഫീലാണ് ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. ശരിക്കും ഒരു ഫാൻ ബോയ് മോഹൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറെ എലമെന്റുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു വലിയ ലോങ് സിംഗിൾ ഷോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എനിക്കിത് ഏതാ ഭാഗം പോലും മനസ്സിലാവുന്നില്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സിനിമ കാണുമ്പോൾ. കാരണം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കഥയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പറയുന്ന രീതിയിലല്ല സിനിമ പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള, ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ധൂളിലും അല്ലെങ്കിൽ ആ കാലത്തിലെ ദില്ലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ രീതിയിലുള്ള കുറേ സംഭവങ്ങളെ മിക്സ് ചെയ്തുകൊണ്ട്, എന്നാൽ ഒരു ആക്ഷൻ പടം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള SU അരുൺകുമാറിന്റെ രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ ചിത്ത എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എന്തുമാത്രം ഗംഭീരമായിട്ടാണ് ആ സിനിമ നമ്മുടെ മുമ്പിലേക്ക് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അത്രയിൽ തന്നെ ഒരു ആക്ഷൻ പടമാണോ ചോദിച്ചാൽ ആക്ഷൻ പടമാണ്. എന്നാൽ ക്ലാസി ആണോ ചോദിച്ചാൽ ക്ലാസിയാണ്. ഇതിന്റെ പ്ലോട്ട് വൈസ് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി മാസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ തരാനുള്ള ഒരു ഒരു കഥയാണ്. പക്ഷെ അതിനെ എത്രമാത്രം ഡിഫറെന്റ് ആയിട്ട് നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കും എന്നുള്ളത് ആ സിനിമയുടെ ഒന്നാമത്തെ വിജയമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ്, ഓഫ്കോഴ്സ് ചിയാൻ വിക്രം ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം പുള്ളിക്കാരൻ തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ ആ പഴയകാല സ്വാഗും എന്നാൽ പുതിയ രീതിയിലുള്ള ഒരു 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 എന്താ പറയാ ഡീപ്നെസ്സും ആ ക്യാരക്ടറിന് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ചില ആക്ഷൻ സീക്വൻസിലൊക്കെ നമുക്ക് എണീറ്റ് കൈയടിക്കാൻ തോന്നും. ആള് വളരെ കുറവായിരുന്നു. അതിന്റെ ഒരു കുറവ് നന്നായിട്ട് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഈ എമ്പുരാൻ തരംഗത്തിൽ പെട്ടുപോയതായിരിക്കും. എമ്പുരാൻ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ വരുന്നുണ്ട്, മിക്സഡ് റിവ്യൂസ് വരുന്നുണ്ട്. അത് എന്തും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഒരു 2-3 ഡേയ്സ് എന്തായാലും അത് ബാധിക്കും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു എമ്പുരാൻ ഇറങ്ങി ഒരു 3-4 ദിവസമെങ്കിലും അവർ പിടിച്ചു വെച്ചതിന് ശേഷം ഇറക്കിയിരുന്നെങ്കിൽ ഈ ഭയങ്കരമായിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റി സിനിമയ്ക്ക് കിട്ടേണ്ടതാണ്. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയാണ്. അപ്പോ ചിയാൻ വിക്രം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആക്ഷൻ സീക്വൻസ്, ഇതില് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ റൊമാൻറ്റിക് ചെയ്യുമ്പോഴും ആക്ഷൻ ചെയ്യുമ്പോഴും അതല്ലാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ഇയാളുടെ മൈൻഡ് പോകുന്ന ചില സംഭവങ്ങളുണ്ട്. ഇവിടൊക്കെ ആ ക്യാരക്ടറിൽ നിന്ന് ഒരു തരി മാറി നിന്നിട്ടില്ല ചെയ്യാൻ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള കാര്യം. കാരണം പുള്ളിക്കൊരു മീറ്റർ ഉണ്ട്. അത് കാമുകിന്റെ അടുത്ത്, മീൻസ് ഭാര്യയുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും, അതല്ല നീ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും, വില്ലന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും, അയാൾ എവിടെ പോയി കഴിഞ്ഞാലും അയാൾ സംസാരിക്കുന്ന ഒരു മീറ്റർ എന്ന് പറയുന്നത് ഒരു തരി മുകളിലേക്കോ താഴേക്കോ ഇറങ്ങി പോയിട്ടില്ല. അതൊരു ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 2 സുരാജ് വെഞ്ഞാറമ്മൂട്. സുരാജാണ് ഇതിൽ പ്രധാന മറ്റൊരു കഥാപാത്രത്തിൽ വന്നിട്ടുള്ളത്. വില്ലൻ ഷെയ്ഡുള്ള കഥാപാത്രം, അല്ലെങ്കിൽ വില്ലൻ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 90% ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറിനെ കണ്ട പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. 90% പറയാൻ കാരണം ബാക്കിയുള്ള 10% ഒരു ടിപ്പിക്കൽ സുരാജ് വന്നുപോയി. ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത്, കുറച്ച് ചെറുപ്പം പറയുന്ന സമയത്തുള്ള ടിപ്പിക്കൽ കുറച്ച് നോട്ടവും പറച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്തു പോയി. 90 ദൃസാക്ഷിയും പോലത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കുറെ സാധനങ്ങൾ വന്നുപോയ പോലെ ഫീൽ ചെയ്തു. അതല്ലാത്ത പക്ഷം കറക്റ്റ് ആയിട്ടുള്ളൊരു തമിഴ് സിനിമയിലേക്ക് നമ്മൾ കാണുമ്പോൾ കുറച്ച് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറച്ച് വില്ലന്മാരുണ്ടാവുമല്ലോ, അതേ രീതിയിലുള്ള ലുക്ക് കൊണ്ടാണെങ്കിലും ശരി, അഭിനയം കൊണ്ടാണെങ്കിലും ശരി, ഇനി ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ശരി, വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരനെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നായിക, പിന്നെ
അതല്ലാതെ അവരുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളവരാവട്ടെ, അങ്ങനെ കുറേ ആളുകളുണ്ട്. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതില് ഒരാളെ പോലും നമുക്ക് മോശമായി പോയി തോന്നുന്ന രീതിയിൽ ആരും ചെയ്തിട്ടില്ല. പിന്നെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓരോ കഥാപാത്രങ്ങളും നമുക്ക് അത് അവർ തന്നെയാണ് എന്നുള്ള ഫീല് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ SU അരുൺകുമാർ എന്ന് പറയുന്ന ഈ സംവിധായകന്റെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിന്റെ ഇന്റർവ്യൂവിൽ നമ്മുടെ സുരാജ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു സീൻ ചെയ്യുമ്പോൾ അത് ആദ്യം റിഹേഴ്സൽ അവിടെ തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സംഭവം. അവിടെ തന്നെ ഇവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് ഇങ്ങനെ ചെയ്യിപ്പിച്ച് ആ ക്യാരക്ടർ പറയുന്നത് അങ്ങോട്ടുള്ള മറുപടി എന്താണെന്നൊക്കെ നോക്കി ഏത് പൊസിഷനിൽ പോയി നിൽക്കണം, ഏത് പൊസിഷനിൽ ഇങ്ങോട്ട് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടാണ് അത് അത്രയും പക്കയതിനു ശേഷമാണ് ക്യാമറ വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരാജ്. അപ്പൊ തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിയാം എത്രമാത്രം ഒരു ഗംഭീരമായിട്ടായിരിക്കും അയാൾ മേക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നെ ഇതിലൊരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് GV പ്രകാശാണ്. GV പ്രകാശാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇതില് എസ്പെഷ്യലി ഈ ആക്ഷൻ സമയത്തുള്ളൊരു ടൂ ഡു എന്നൊരു സാധനം ഉണ്ട്. അതുപോലും തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു ഗൂസ് ബംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ ഗൂസ് ബംസ് ഒക്കെ വരുന്നു പറയുന്നത് നിങ്ങൾ ആ പഴയ കാലത്തെ വിക്രമിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആണെങ്കിൽ 100% നിങ്ങൾക്ക് ആ ഗൂസ് ബംസ് വന്നിരിക്കും. എനിക്ക് ഇതിലാകെ തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തന്നിരിക്കുന്നത്. പാർട്ട് 1 ഇനി ഇവർ എന്താണ് പറയാൻ പോകുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം ഈ ക്യാരക്ടർ എൻഡിൽ എന്ത് സംഭവിക്കണം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വില്ലന്മാർക്ക് എന്ത് സംഭവിക്കണോ അത് സംഭവിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നെഗറ്റീവ് ഷെയ്ഡിലുള്ള വേറെ ആളുകൾക്ക് എന്ത് സംഭവിക്കണോ അത് സംഭവിച്ചിട്ടുണ്ട്. ഇയാൾക്ക് എന്താണ് സംഭവിക്കേണ്ടത് അത് സംഭവിച്ചിട്ടുണ്ട്. അയാൾ പുതിയൊരു ജീവിതം തേടി പോയി എന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അയാളുടെ ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത് എങ്ങനെയാണ് അയാളുടെ കല്യാണം നടന്നിട്ടുള്ളത്, എന്താണ് അയാളുടെ ഫ്ലാഷ് ബാക്കിൽ സംഭവിച്ചിട്ടുള്ളത്, അയാളുടെ പ്രണയം എന്താണെന്നൊക്കെ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ആകെ ഇനി പറയാനുള്ളത് ആ പ്രണയത്തിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് മാത്രമാണ്. ആ ഒരൊറ്റ പ്ലോട്ട് വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഇനി ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ പറയാം. അയാൾ എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു, അയാൾ ശരിക്കും ആരായിരുന്നു, അയാളുടെ ചെറുപ്പം അയാൾ എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ മാത്രമേ ഒരു ചാൻസ് അവിടെ ഉള്ളൂ. അല്ലാത്ത പക്ഷം സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്താണോ അതിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ലീഡിങ് എഡ്ജ് കൊണ്ടുവന്നിട്ടൊന്നുമല്ല സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സിനിമ ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് മസ്റ്റ് വാച്ച് ഫിലിം. നിങ്ങൾക്ക് വീണ്ടും ഞാൻ പറയുന്നു, ഈ ധൂളിലും ദില്ലിലും അന്യനിലും സാമിയിലും കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാഗും സ്റ്റൈലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ ഒട്ടും മോശമാക്കാതെ ഒട്ടും ഒന്നും കുറഞ്ഞു പോകാത്ത രീതിയിൽ SU അരുൺകുമാർ നമ്മുടെ മുമ്പിലേക്ക് ഈ സിനിമയിലൂടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഗ്യാരണ്ടിയാണ്.